കെയേഴ്സ് ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട്, ദേശീയ പ്രതിരോധ ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട എംപിമാരുടെ ചോദ്യങ്ങൾ അനുവദിക്കരുതെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ജനുവരി 30-നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PM കെയേഴ്സ് ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട് എന്നിവ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ചുമതലയിലുള്ളതാണ്. ദേശീയ പ്രതിരോധ ഫണ്ട് നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രി ചെയർപേഴ്സണും പ്രതിരോധ, ധനകാര്യ, ആഭ്യന്തര മന്ത്രിമാർ അംഗങ്ങളുമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. എംപിമാർക്ക് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഓരോ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നിശ്ചിത തീയതിക്കുള്ളിൽ ലോക്സഭ, രാജ്യസഭ സെക്രട്ടേറിയറ്റിന് എഴുതി നൽകിയിരിക്കണം. സെക്രട്ടേറിയറ്റ് അനുവദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ വെളിച്ചം കാണൂ. കോവിഡ് പൊട്ടി പുറപ്പെട്ടതിനെ തുടർന്ന് 2020 മാർച്ച് 27-നാണ് PM കെയേഴ്സ് ഫണ്ട് സ്ഥാപിതമായത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരെ സഹായിക്കാൻ 1948 ജനുവരിയിൽ ജവഹർലാൽ നെഹ്റു രൂപം കൊടുത്തതാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി. പ്രകൃതി ദുരന്തത്തിനും കലാപത്തിനും അപകടങ്ങൾക്കും ഇരയാകുന്നവരെ സഹായിക്കാൻ ഇത് നിലനിർത്തി. അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സായുധ സേനാംഗങ്ങളുടെയും അവരുടെ ആശ്രിതരുടെയും ക്ഷേമത്തിന് രൂപം നൽകിയതാണ് ദേശീയ പ്രതിരോധ ഫണ്ട്. ഈ ഫണ്ടുകൾ സ്വമേധയാ ഉള്ള പൊതുജന സംഭാവന സ്വരൂപിച്ചാണ് രൂപവൽക്കരിച്ചതെന്നും രാജ്യത്തിന്റെ പൊതു ഖജനാവിൽ നിന്നുള്ള ഏതെങ്കിലും വിഹിതത്തിൽ നിന്നല്ലാത്തതിനാൽ അതു സംബന്ധിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതില്ലെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ന്യായം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് സ്പീക്കർ ഓം ബിർള തടയുകയും പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഈ നിർദ്ദേശം ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വെല്ലുവിളിക്കുന്നതാണ്. പാർലമെന്റ് എന്നത് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനുള്ള വേദിയാണ്. ഭരണകൂടം ചോദ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഓഫീസല്ല. ജനങ്ങളുടെ നികുതിയും സംഭാവനകളും ഉപയോഗിച്ച് രൂപവൽക്കരിച്ച ഫണ്ടുകളെ കുറിച്ച് ജനപ്രതിനിധികൾ ചോദിക്കുന്നത് അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസിനുമില്ല. PM കെയേഴ്സ് ഫണ്ടിന്റെ കാര്യത്തിൽ സുതാര്യത ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ തുടർച്ചയായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം എന്നത് അതിനെ കൂടുതൽ ഗുരുതരമാക്കുന്നു. സ്വമേധയാ സംഭാവന എന്ന പേരിൽ പൊതുസ്ഥാപനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി സമാഹരിച്ച പണം എവിടെ ചെലവായി, എങ്ങനെ തീരുമാനങ്ങൾ എടുത്തു, എന്തുകൊണ്ട് CAG ഓഡിറ്റിന് വിധേയമല്ല, ഇതൊക്കെയാണ് എംപിമാർ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്തത് കൊണ്ടാണോ ചോദ്യങ്ങൾ തന്നെ നിരോധിക്കപ്പെടുന്നത് എന്ന സംശയം സ്വാഭാവികമാണ്. പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് സംഭാവന സ്വീകരിച്ചതിനാൽ അതേക്കുറിച്ച് ആരും ചോദിക്കേണ്ടതില്ലെന്ന വാദം അംഗീകരിക്കാനാവില്ല. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനാൽ അവരുടെ പണം, അവരുടെ ചോദ്യങ്ങൾ, അവകാശം എല്ലാം അവർക്ക് തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ വർഷങ്ങളായി പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ക്രമാതീതമായി അടിച്ചമർത്തപ്പെടുന്ന പ്രവണതയാണ് കാണുന്നത്. ചോദ്യങ്ങൾ തള്ളപ്പെടുന്നു, ചർച്ചകൾ ചുരുക്കപ്പെടുന്നു, പ്രതിഷേധിക്കുന്ന എംപിമാർ സസ്പെൻഷനിലാവുന്നു. ഭരണകൂടത്തെ ഉത്തരവാദിത്വത്തിലാക്കേണ്ട സഭ സർക്കാരിന്റെ ഇച്ഛകൾ നടപ്പാക്കുന്ന കേവല സെക്രട്ടേറിയൽ സംവിധാനമായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. അത് പൗരന്റെ അവകാശങ്ങളെയാണ് നിശബ്ദമാക്കുന്നത്. ഭരണഘടനാപരമായി സ്പീക്കർ സഭയുടെ നിഷ്പക്ഷ കാവലാളാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേ അകലങ്ങളിൽ നിന്ന് കാണേണ്ടയാൾ. പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭരണപക്ഷത്തിന്റെ നാവും കയ്യുമായി പ്രവർത്തിക്കുന്നത് ഏറ്റവും ദുസ്സഹമായ കാഴ്ചയാണ്. സ്പീക്കർ സഭയിലെ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാൻ അധികാരമുള്ളയാളാണ്. എന്നാൽ ആ അധികാരം സഭയെ സംരക്ഷിക്കാനല്ല, വിമർശനം ശമിപ്പിക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് ഭരണഘടനാ ലംഘനത്തിന്റെ സൂക്ഷ്മ രൂപമാണ്. ഇന്നത്തെ പാർലമെന്റിലെ മൗനം ക്രമബദ്ധമായി നിർമ്മിച്ചതാണ്. ചോദ്യങ്ങൾ നിരോധിക്കപ്പെടുന്നു, ചർച്ചകൾ ചുരുക്കപ്പെടുന്നു, സസ്പെൻഷനുകൾ പതിവാകുന്നു. സ്പീക്കർ കസേര നിഷ്പക്ഷത ഉപേക്ഷിക്കുമ്പോൾ ജനാധിപത്യം നിയമപരമായ മറവിൽ ശ്വാസം മുട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ലഭ്യമായ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ്.
സഭയുടെ പ്രവർത്തന രീതികളിലും അധികാര വിനിയോഗത്തിലും ഉണ്ടായിരുന്ന ഗുരുതര വീഴ്ചകൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ ഉപാധിയാണിത്. അതുകൊണ്ട് തന്നെ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ഒരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് സഭയുടെ അന്തസ്സും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള അവസാന ശ്രമമായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്. പാർലമെന്റ് ഭരണകൂടത്തിന്റെ വേദിയല്ല, അത് ജനങ്ങളുടെ വേദിയാണ്. പ്രതിപക്ഷ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോൾ അടയ്ക്കപ്പെടുന്നത് ഒരു പാർട്ടിയുടെ വായല്ല, പൗരന്റെ അവകാശമാണ്. ഇന്ന് സംസാരിക്കാൻ അനുവദിക്കാത്ത എംപിയുടെ സ്ഥാനത്ത് നാളെ ചോദ്യം ചോദിക്കാനാകാത്ത പൗരനുണ്ടാകും. അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ക്രമേണ അശാന്തി എന്ന പേരിൽ ഇല്ലാതാകുന്ന കാലഘട്ടം ജനാധിപത്യത്തിന് മുന്നറിയിപ്പാണ്. സ്പീക്കറും സർക്കാരും പ്രതിപക്ഷവും ഓരോരുത്തരും തങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന അവകാശവാദം കേവലം ചരിത്രവാക്യമായി ശേഷിക്കുമെന്നതിൽ സംശയമേതുമില്ല.